ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യ പാക് സൈനിക തല ചർച്ച ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ചർച്ച. വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷമുള്ള സാഹചര്യങ്ങൾ ചർച്ച ചെയ്യും. വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം അതിർത്തി ഗ്രാമങ്ങൾ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. വിശദാംശങ്ങളുമായി അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അജീഷ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും സമാധാനത്തിനുള്ള ധാരണ, അതിനുശേഷം സമാധാന പുലരിയിലേക്ക് നമ്മൾ വീണ്ടും കടക്കുകയാണ്. ജനജീവിതമൊക്കെ സാധാരണഗതിയിലേക്ക് വരുന്നു. ഭരണതലത്തിൽ ഇന്ന് ചർച്ചകൾ നടക്കുന്നുണ്ട്, സൈനികതല ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അജണ്ട? കൃഷിജ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഡൽഹി വളരെ ഒരു ശാന്തമായ ദിവസത്തേക്ക് കടക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് 12 മണിക്ക് DGMO തലത്തിൽ ഒരു ചർച്ച ഇന്ന് നടക്കാനുണ്ട്. അതിൽ പ്രധാനമായും ഈ സേനാവിന്യാസം, രണ്ട് സേനകളും അതിർത്തിയിൽ വലിയ സേനാവിന്യാസം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സേനാവിന്യാസം അത് പിൻവലിക്കുക, ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരിക, മാത്രമല്ല ഇനി അങ്ങോട്ട് കൂടുതൽ പ്രകോപനപരമായിട്ടുള്ള ഒന്നും ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ, മാത്രമല്ല പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള മറ്റു നടപടികൾ, അതായത് തിരിച്ചടി അല്ലാതെ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കൽ പോലുള്ള മറ്റു നടപടികൾ, അതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ സേനാതല ചർച്ചയിൽ സംസാരമുണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്കാര്യങ്ങളൊക്കെ ചർച്ചയിലൂടെ അതിനൊരു തീരുമാനത്തിലെത്തുക, അതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. കഴിഞ്ഞ ദിവസം ഈ DGMO ഒരു വാർത്താ സമ്മേളനം, പ്രതിരോധ സേന ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, പാകിസ്ഥാനാണ് ഇങ്ങോട്ട് വിളിച്ച് ഇങ്ങനെ ഒരു സീസ് ഫയറിലേക്ക് എത്തണമെന്ന് ആവശ്യപ്പെട്ടത്. മാത്രമല്ല ഈ സിന്ദൂർ അവസാനിക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾ വീണ്ടും ഉണ്ടാകും. ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കും. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തീവ്രവാദത്തിനെതിരെ ഒരു നടപടി ഉണ്ടാകുന്നതുവരെ ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കും. മാത്രമല്ല ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനമുണ്ടായാൽ തക്കതായ തിരിച്ചടിയും ഉണ്ടാകും. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും സേനാ കമാൻഡർമാർക്ക് നൽകിയിട്ടുള്ളതായും പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ളൊരു ചർച്ച നടക്കും എന്നാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല കഴിഞ്ഞ 24 മണിക്കൂറായി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് മറ്റ് പ്രകോപനങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായി. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ജനങ്ങൾ പഴയ ജീവിതത്തിലേക്ക് തിരിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കാണാനാവുന്നത്. ഡൽഹിയിലും മറ്റ് തിരക്കിട്ട ചർച്ചകളൊന്നും നടക്കാനില്ല. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്നിരുന്നു. അത് സംയുക്ത സേനാ മേധാവി, അതേപോലെ തന്നെ സേനകളുടെ തലവന്മാരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. വിദേശകാര്യമന്ത്രി, പ്രതിരോധ മന്ത്രിയൊക്കെ പങ്കെടുത്തിരുന്നു. അതിൽ നിലവിലുള്ള സ്ഥിതികൾ പൂർണ്ണമായിട്ടും പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി തലത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിന്റെ തലവന്മാർ തലത്തിൽ ഒരു ചർച്ച, അത് പിന്നീട് ആദ്യം ഈ സേനകൾ തമ്മിലുള്ള ഈ പ്രശ്നം പരിഹരിച്ചതിന് ശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിലുള്ള ചർച്ചകൾ നടത്തും. മാത്രമല്ല ഈ പാകിസ്ഥാനെ നയതന്ത്ര തലത്തിൽ ഈ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നൊരു രാഷ്ട്രമെന്ന നിലയിൽ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളും ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് നൽകാനുള്ള ഒരു നീക്കവും കൂടി ഇന്ത്യ നടത്തുന്നുണ്ട് ഈ ഘട്ടത്തിൽ. ശരി, അജീഷ് ജയകുമാറാണ് ഇന്ത്യ പാക് സൈനിക തല ചർച്ചയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്.